ഏവർക്കും മിസ്രാവിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്, മുഹമ്മദ് ഷമീം. ഇദ്ദേഹം ഇന്ത്യൻ സേനയിലേക്ക്, അതായത് അഗ്നിവീർ എന്ന സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഷമീം, സ്വാഗതം. നമുക്കിപ്പോൾ അറിയാം, ലക്ഷദ്വീപിൽ നിന്ന് ഒരു കാലത്ത് ഷഹീദ് ജവാൻ മുത്തുകോയെ പോലെയുള്ളവർ ഈ രാജ്യത്തിൻ്റെ പട്ടാള സേനയിലേക്ക് അംഗത്വമെടുത്ത് പോകുന്നു. അവർ ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദാവുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് അമിനിയിലെ ഹൈസ്കൂളിന് ജവാൻ മുത്തുകോയ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ലക്ഷദ്വീപിനുണ്ട്. അതായത് രാജ്യത്തിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ട വീര്യം തുളുമ്പുന്ന ഒരുപാട് പേർ ഇനിയും ലക്ഷദ്വീപിൽ നിന്ന് പിറക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരമൊരു വ്യക്തിയാണ് നമ്മളോടൊപ്പം. ഒരുപാട് കാലത്തെ ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു ജീവിതമൊക്കെ, പഠനകാലം എങ്ങനെയായിരുന്നു? പഠനകാലം +2 വരെ നന്നായിട്ട് പഠിച്ച്, പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ആർമിയിൽ പോകണം, ഇന്ത്യൻ ആർമിയിൽ സേവനം എടുക്കണമെന്ന്. എന്നിട്ട് +2 കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ് വേറെ കോഴ്സിന് ഇതിന് പോയിട്ട് കാര്യമുണ്ടോ, ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ. പക്ഷെ എൻ്റെ ആഗ്രഹം ഇന്ത്യൻ ആർമിയിൽ കയറണം. ആ യൂണിഫോം ആയിരുന്നു ഭയങ്കരമായിട്ടൊരു ആഗ്രഹം. എന്നുവെച്ചാൽ ഡിഫൻസിൻ്റെ ഏതെങ്കിലും ഒരു യൂണിഫോം അല്ല, ഇന്ത്യൻ ആർമിയുടെ ആ യൂണിഫോം ഇടണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം ഡിഫൻസ് അക്കാഡമിയിൽ പഠിക്കാൻ പോയി. അപ്പോൾ ഞാൻ 3 അറ്റംപ്റ്റ് ചെയ്ത്, അതല്ലാതെ വേറെ അറ്റംപ്റ്റൊക്കെ ചെയ്ത് അവസാനം കുറെ അറ്റംപ്റ്റ് ഇങ്ങനെ ചെയ്തിപ്പോൾ കിട്ടിയത്. എവിടെ വെച്ചായിരുന്നു നമ്മുടെ സെലക്ഷൻ മീറ്റ് നടന്നത്? എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് നടന്നത് കാസർഗോഡായിരുന്നു. കാസർഗോഡ്. ലക്ഷദ്വീപിൽ നിന്ന് എത്ര കുട്ടികളുണ്ടായിരുന്നു? ലക്ഷദ്വീപിൽ നിന്ന് അന്ന് വന്ന 9 പേരുണ്ടായിരുന്നു. 9 പേരിന്ന് മെഡിക്കല് ഫുള്ള് ക്ലിയർ ആയത് 4 പേരായിരുന്നു. 4 പേര്. അത് എനിക്ക് തോന്നുന്നു അഗത്തി, രണ്ടാന്ത്രോത്ത്, ഒരു കിൽത്താൻ. ഓക്കെ. അപ്പൊ ഇത് ഈ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമാണല്ലോ ഇതിലോട്ട്. ഏകദേശം എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു യൂണിഫോമിനോട്, അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് കയറിയെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? +2 ഒക്കെ പഠിക്കുമ്പോൾ NCC NSSലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ വരുന്ന സാറന്മാരും ഈ ഇന്ത്യൻ ആർമിയെ കുറിച്ച് കുറെ അറിയാൻ തുടങ്ങി +2 കാലഘട്ടത്തെ. അപ്പം അതിനുശേഷം ഇങ്ങനെ ഇന്ത്യൻ ആർമിയിൽ പോകണം, ആ യൂണിഫോം ഇടണം, അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ഒരു സേവനം ചെയ്യണമെന്ന്. അപ്പൊ ഈ കവരത്തിയില് NCCയിലും NSSലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും? NCCയിൽ എങ്ങനെയായിരുന്നു? ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്തതാണ്? NCCയിലല്ല, ഞാൻ NSSലായിരുന്നു. NCCയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് NSSലോട്ട് വന്നു. ഓക്കെ. അപ്പൊ ഈ റിപ്പബ്ലിക് ഡേനൊക്കെ പരേഡിനൊക്കെ താങ്കൾ പരേഡ് ചെയ്തിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. ഒരു ടീം ക്യാപ്റ്റൻ ആയിരുന്നു അന്ന്? ആ, ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ആ ടീം ക്യാപ്റ്റൻ ആവുമ്പോഴൊക്കെ റിപ്പബ്ലിക് ഡേന് ഇങ്ങനെ നടന്നു പോകുമ്പോ അപ്പോ മനസ്സിലുണ്ടാവും, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം യൂണിഫോം മനസ്സിലുണ്ടായിരുന്നു. ആ ടൈമിൽ കുറെ പേര് പറഞ്ഞു ഇതൊന്നും പറ്റത്തില്ല, ഇനി പോയിട്ടൊരു കാര്യമില്ല, ആർമിയില് കഷ്ടപ്പാടാണ്. പക്ഷെ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ ഫീൽഡിലോട്ട് വന്നത്. എനിക്ക് അറിയാം ആർമി കഷ്ടപ്പാടാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ കുറെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു, അവസാനം ഇപ്പോഴാണ് ഒന്ന് കിട്ടിയത്. അപ്പോൾ ഇതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ആരായിരുന്നു കൂടുതൽ സപ്പോർട്ട് തന്നു? ഫാമിലി മൊത്തം ഇതിന് ഫുള്ള് സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് കാര്യം ചെയ്താലും അവർ ഫുള്ള് സപ്പോർട്ടാണ്. അവർക്കറിയാം ഞാൻ ഇതിന് വേണ്ടിയിട്ടേ പോകത്തുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രദർ ആർമിയില്, ബ്രദർ IRBയിലാണ് അല്ലേ? അതെ. നമുക്ക് ഈ ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ, ഇങ്ങനെ ഇതിൽ സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് വളരെയധികം പ്രൗഡുണ്ട്. എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മളൊരിക്കലും ഒന്നിൽ വെച്ച് നിർത്തരുത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, വിജയം വന്നുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഒന്നിൽ വെച്ച് ഒരിക്കലും നിർത്തരുത്. ഇപ്പോൾ ഒരു തവണ നമ്മൾ ഫെയിലായി, ഡീമോട്ടിവേറ്റ് ആയി, വേറെ കോഴ്സ് എടുത്ത് പോകരുത്. നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് എന്തൊരു കാര്യം ചെയ്താലും നമുക്കത് വന്നെത്തും, റിസൾട്ട് കിട്ടും. ഇപ്പം ദ്വീപിലത്തെ എല്ലാവരോടും അതാണ് പറയാനുള്ളത്. നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഒരു കാര്യം ചെയ്യുക, ഒരിക്കലും ഒന്നിൽ വെച്ച് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തത്. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ വിജയം വന്നാൽ നമ്മളിലോട്ടെത്തും. അപ്പോൾ ദ്വീപിൽ നിന്ന് ഇനിയും ട്രൈ ചെയ്ത കുട്ടികൾക്ക് ഈ മേഖലയിലേക്ക് തീർച്ചയായിട്ടും കിട്ടും. ദ്വീപിൽ നിന്ന് എല്ലാവരും അത്ലറ്റ് ഫീൽഡൊക്കെ എല്ലാവരും നിൽക്കുന്നതാണ്, എല്ലാവർക്കും ഈ ജോബ് കിട്ടും. ഈ അഗ്നിപത്ത് സ്കീമിലാണല്ലോ ഇപ്പോൾ അഗ്നിവീർ വരുന്നത്. ഈ അഗ്നിവീർ എന്താണെന്ന്? അഗ്നിവീർ എന്തെന്ന് വെച്ചാൽ ഇത് 4 വർഷത്തെ സ്കീമാണ്. ഇന്ത്യൻ ആർമിയിലെ 4 വർഷത്തെ സ്കീമാണ് അഗ്നിവീർ. അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് നമുക്ക് 12 ലക്ഷം രൂപയും, പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ വേറെ സേനയിലോട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സ് ഇല്ലേ, CSF BSF, അതിലോട്ടൊക്കെ ഇതിന്നുള്ളവരെ എടുക്കും.
എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് ഇത് അഗ്നിവീർ ആണ്, അത് ആർമിയിൽ ഒരു ഇത് കിട്ടത്തില്ല. യൂണിഫോം തന്നെ ഇടുന്നത് അതൊരു പവർ തന്നെയാണ്. കാരണം അത്രയും ത്യാഗങ്ങൾ സഹിച്ച് 6 മാസത്തോളം ട്രെയിനിങ്ങും എടുത്ത് ആ യൂണിഫോം നേടിയെടുക്കുക എന്ന് വെച്ചാൽ അത്ര സിമ്പിളുള്ള കാര്യമൊന്നുമല്ല. കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് സിമ്പിളാണ് ഈ ജോബിലോട്ട് വന്ന് എത്താൻ. പക്ഷേ അതിലോട്ടുള്ള ആ ജേണി നല്ല കഷ്ടപ്പാടായിരിക്കും, റിസ്ക് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സെക്ഷനൊക്കെ എവിടെയാണ്? എനിക്ക് കിട്ടിയത് UP യിലാണ്, RBC സെന്റർ. RBC സെന്ററിലോട്ട് ലക്ഷദ്വീപിൽ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് ഞാനാണ്, RBC സെന്ററിലോട്ട്. ഷമീം, അപ്പോൾ ഈ നമ്മുടെ ദ്വീപിൽ നിന്ന് തന്നെ കുറേ പേര് നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ബാച്ചിലുള്ള കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു? എല്ലാരും അന്ത്രോത്തിലുള്ള കൂടുതലും പേരെ വിളിച്ച ഈ ഇർഷാദ് ഇവരൊക്കെ ഇപ്പോ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരും പറഞ്ഞ നല്ലതാണ്, വരാൻ പറഞ്ഞ് ഇങ്ങോട്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. ഷമീം, ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഈ സൈനുദ്ദീൻ ആന്ധ്രാദ്വീപ് സ്വദേശി, അദ്ദേഹം നമുക്കറിയാലോ, അദ്ദേഹത്തെ അറിയാം? സൈനുദ്ദീൻ സാറിനെ അറിയാം. സിക്കിമിൽ വെച്ചൊരു മണ്ണിടിച്ചയിൽ വെച്ചിട്ടാണ് അദ്ദേഹം അറിയാം. അപ്പൊ അദ്ദേഹമൊക്കെ പോയി. പിന്നെ അതിനു മുമ്പ് ജവാൻ മുത്തുകോയ പോയി. അങ്ങനെ നിരവധി പേര് ഇതിലോട്ട്, കുറെ പേര് ലക്ഷദ്വീപിൽ നിന്ന് പോയിട്ടുണ്ട്. കൂടുതലും അന്ത്രോത്തുള്ള ആൾക്കാരാണ്, അന്ത്രോത്തുള്ളവരാണ് കൂടുതലും പോകുന്നത്. ഇപ്പൊ ഈ ചെറിയ ദ്വീപിൽ നോർത്തേൺ ഗ്രൂപ്പിൽ നിന്ന് കുറവാണ് പോകുന്നത്, പൊതുവെ കുറവാണ്. അപ്പോൾ ഈ ഒരു അക്കാഡമിക്ക് പോകുന്നു പഠിക്കാനായിട്ട്. അക്കാഡമി പോകുമ്പോൾ അവിടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം? നമുക്ക് എക്സാം ടൈമിൽ ഫോണും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. വെള്ളിയാഴ്ച മാത്രം തരും, നമ്മളെ വീട്ടിൽ വിളിക്കാനോ അതുപോലെ പൈസ ഒക്കെ ഇതാക്കാനോ അങ്ങനെ തരും. അല്ലാതെ ഫോണൊന്നും തരില്ല. അപ്പോൾ നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഫോൺ ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാമും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഒരു നമ്മുടെ ഡ്രീമിന് വേണ്ടി നമ്മള് ഗോൾ അച്ചീവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ അത് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എല്ലാം സാക്രിഫൈസ് ചെയ്യുക. നമ്മള് കൺസിസ്റ്റൻസി ആയിട്ട് ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ എന്നാലും ആ ഒരു ഇത് നമ്മളിലോട്ട് വന്നെത്തും. അതുകൊണ്ട് ആ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതിനു വേണ്ടി ഏകദേശം 2023 ആൻഡ്രോ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഫുൾ ടൈം ഫോണ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഫോണില്ലാതാകുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ മോട്ടിവേഷനും ഫുള്ള് സാറാണ്, രജി സാറാണ്. സാറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും വന്നെത്തിയത്. ഞാൻ എന്ന് വെച്ചാൽ ബോഡി വെയിറ്റ് ആയാലും എല്ലാം കുറവായിരുന്നു. സാറ് പറഞ്ഞ എല്ലാം സെറ്റ് ചെയ്ത് പഠിക്കാനും ഭയങ്കര ബാക്കൗട്ടായിരുന്നു. അവിടെ പോയി ടോട്ടലി ഡിഫറെൻ്റ് ആയി. രാവിലെ എണീറ്റുള്ള പഠിത്തം, ഫുൾ ടൈം ക്ലാസ്സിൻ്റെ ടൈം ഫുൾ ടൈം ക്ലാസ്സാണ്. രാവിലെ പഠിത്തം, രാത്രി പഠിത്തം, ഓവർനൈറ്റ് പഠിക്കും. നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്തതായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞുനാളിലൊരു ആഗ്രഹമില്ലേ, അപ്പോൾ അതുകൊണ്ട് സാക്രിഫൈസ് ചെയ്യുമ്പോൾ അതൊരു സാക്രിഫൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഷമി, ഈ ലക്ഷദ്വീപിൽ നിന്നുള്ള ആൾക്കാർക്ക് ഈ മെയിനായിട്ട് ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രതിസന്ധിയായിട്ട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൂടുതലും ഇതിൻ്റെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ വെക്കുന്നത് കേരളത്തിൽ ആ ഭാഗത്ത്, കാസർഗോഡ് ആ ഭാഗത്തിലൊക്കെയാണ്. നമ്മൾ ലക്ഷദ്വീപ് ഈ ആർമിയുടെ കാലിക്കറ്റ് ആരോയിലാണ് വരുന്നത്. അപ്പോൾ കൂടുതലും കോഴിക്കോട് ആ ഭാഗത്തിലൊക്കെ ആയിട്ട് ഫിസിക്കൽ ക്യാമ്പൊക്കെ വെക്കാറ്. അപ്പോൾ ഇവിടെ നിന്ന് ആ ടൈമിൽ ഷിപ്പും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെ കുറേ പേര് ഇതാവും, അങ്ങനെ എത്താൻ പറ്റുന്നില്ല, കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ലക്ഷദ്വീപ് പോലെയുള്ള ഒരു പ്രദേശത്ത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടെ തന്നെ കൊണ്ടുവന്നൊരു റിക്രൂട്ട്മെന്റ് വയ്ക്കുകയാണെങ്കിൽ കുറെ പേർക്ക് ഇതിലോട്ട് കയറാൻ പറ്റും. ഇന്ത്യൻ ആർമിയിലോട്ട് വരാത്തത് ഇപ്പോൾ കൂടുതലും നമ്മുടെ ഇവിടെ ഒക്കെ അഗ്നിവീർ എന്ന് പറയുമ്പോൾ അവർക്കൊരു താറ്റാണ് കാണുന്നത്. 4 വർഷമായി. പക്ഷേ 4 വർഷമല്ല, നന്നായിട്ട് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് സേവിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ 4 വർഷത്തോളം ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പോൾ 70% പെർമനൻ്റ് ആക്കി. പിന്നെ അതൊന്ന് ഇറങ്ങിയാൽ തന്നെ നമുക്ക് സെൻട്രൽ ഫോഴ്സ് പോലത്തെ വേറെ ഇതിലോട്ട് കയറാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അഗ്നിവീർ ഒരു താൽക്കാലികമല്ല, അത് രാജ്യത്തെ സേവിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലൂടെ, അല്ലേ? ഷമി, നമുക്കിപ്പോ ഈ ഓക്കി അടിച്ച സമയത്ത് ഈ കവരത്തിയിൽ ഒരു മഞ്ജു MSV ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് ഗാർഡിനൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നല്ല കടലാണല്ലോ, ഹെവി ആയതുകൊണ്ട്
ഭയങ്കര റഫ് സീ ആയതുകൊണ്ട് ഇവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇവർക്ക് വോമിറ്റിങ് വരും, സീ സിക്നസ്, ഇവർക്ക് പേടിയാണ് എങ്ങനെ പോകണമെന്ന്. അപ്പം നമ്മുടെ നോർമലായിട്ടുള്ള ബാർജിലുള്ള ഈ കൊടിത്തലയോ ഏതോ ഒരു ബാർജാണെന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, അവരെ രക്ഷിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലെ ലക്ഷദ്വീപിൽ നിന്ന് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഈ ആർമിയിലോട്ട് റിക്രൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ, നിങ്ങൾ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭമോ എന്തെങ്കിലും ഒരു കടൽക്ഷോഭമോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഷമ്മി, എനിക്ക് തോന്നുന്നു ഈ ലക്ഷദ്വീപിൽ ഇപ്പോൾ ഓക്കി അടിച്ച ഒരു സമയത്ത് ഒരു മഞ്ജു മുങ്ങയാണ്, ഒരു ചെറിയൊരു കപ്പൽ മുങ്ങയാണ്, ചരക്ക് കൊണ്ടുവരുന്ന കപ്പൽ. അതിനെ സഹായിക്കാനായിട്ട് ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിന് പോകാൻ പറ്റുന്നില്ല. കാരണം കോസ്റ്റ് ഗാർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന അധികവും മെയിൻലാൻഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അവർക്ക് ഈ കടൽക്ഷോഭമൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു, അവർക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ലക്ഷദ്വീപിൻ്റെ ഒരു കടലിൻ്റെ സാഹചര്യം നമുക്കറിയാം, പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ രൂക്ഷമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും, പുറത്തുനിന്ന് വരുന്നവർക്ക് പേടിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഫോഴ്സിൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വന്നാൽ എന്തായിരിക്കും ഒരു അഡ്വാൻറ്റേജ്? നമ്മുടെ ദ്വീപിൽ വളർന്നവർക്ക് എല്ലാവർക്കും നീന്താനും കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മള് ചെറുതുന്നു മുതൽ ഈ കടൽ കണ്ടിട്ടാണ് വളരുന്നത്, കടലിന്റെ രീതികളും ഇതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഇത് ഇതാക്കാൻ പറ്റും, നേരിടാൻ. ഈ അക്കാഡമിയിലൊക്കെ കാണുന്ന, അക്കാഡമി പോകുമ്പോൾ നീന്തൽ അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? വന്നിട്ടുണ്ട്, അറിയാവുന്നവരും ഉണ്ട്, പഠിച്ചിട്ട് വരുന്നവരും ഉണ്ട്, പഠിക്കാത്തവരും. പക്ഷെ ദ്വീപുകാര് അങ്ങനെയല്ലല്ലോ. നമ്മള് ദ്വീപുകാര് കൂടുതലും ഈ കടലുമായിട്ട് ഇതായതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു അഭിമുഖം കാണുന്ന, ഇന്റർവ്യൂ കാണുന്ന ഒത്തിരി പേരുണ്ടാവും, സ്റ്റുഡൻസ് ആയിട്ടുള്ള പ്ലസ് ടു പഠിക്കുന്നവർ. പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞിട്ട് എക്സാം അല്ലെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. ലക്ഷദ്വീപിൽ അത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഇവരോട് ഈ ഒരു ആർമിയിലോട്ട് ഇതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം എങ്ങനെ കിട്ടുമെന്ന്, ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നും പറഞ്ഞു കൊടുക്കാം. ആർമിയിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് എക്സാമിന് വേണ്ടി ആദ്യം അപേക്ഷിക്കണം. എന്നിട്ട് ആദ്യം നമുക്ക് എക്സാം ആണ് വരിക, പിന്നെ അതിന് ശേഷമാണ് ഫിസിക്കൽ മെഡിക്കൽ പ്രോസസ്സൊക്കെ വരിക. അപ്പോൾ നമ്മുടെ ഡ്രീം എന്ത് ആയാലും പ്രശ്നമില്ല, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്യുക. എന്തായാലും ഒരു ദിവസം അത് ഗോൾ അച്ചീവ് ചെയ്യും. നമ്മളോടൊപ്പം ഇത്രയും നേരം ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് മുഹമ്മദ് ഷമീമാണ്. ലക്ഷദ്വീപിൽ നിന്ന് അഗ്നിവീറിലേക്ക് സെലക്ഷൻ കിട്ടി നിൽക്കുകയാണ് അദ്ദേഹം. രാജ്യസേവനം കുഞ്ഞുനാൾ തൊട്ടേ സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ പൂർത്തിയാവാൻ പോവുകയാണ്. അദ്ദേഹം ഇനി ട്രെയിനിങ്ങിനായിട്ട് UP-യിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും, അതായത് ഈ അഭിമുഖം കാണുന്ന അദ്ദേഹം എടുത്ത ആ എഫേർട്ട്, നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ, നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് പുറകെ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരുന്ന തീർച്ചയായിട്ടും ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് തന്നെയാണ് ഷമീമിൻ്റെ ഈ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠം. അപ്പോൾ എന്തായാലും ജവാൻ മുത്തുകോയെ പോലെയുള്ള, സൈനുദ്ദീനെ പോലെയുള്ള ഒരുപാട് പേർ ഈ രാജ്യത്തിന് വേണ്ടി ലക്ഷദ്വീപിൽ നിന്ന് അങ്ങനെ പേര് എണ്ണപ്പെടാൻ കഴിയാത്ത, ഇന്നും നമ്മുടെ ഓരോ സേനകളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ജവാന്മാർ നമ്മുടെ ദ്വീപിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നുണ്ടാവും. നിങ്ങളെല്ലാവർക്കും മിസ്റാവിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതേപോലെ ഇത്രയും നേരം നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഷമീമിന് വളരെയധികം നന്ദി. നമ്മുടെ പരിപാടിയിൽ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.